പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം കൂടെ കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിന് കർത്താവിൻ്റെ നാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മളെ പരിപാലിച്ച ദൈവത്തിന് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ദൈവവചന ചിന്തയ്ക്കായി വേർതിരിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, രൂത്ത് ചാപ്റ്റർ 2 വേഴ്സ് 12 വായിച്ചു കേൾപ്പിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ഒത്തിരി പരിചയമില്ല, എന്നാലും ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്ന പരിചിതമായൊരു വാക്കാണ്. ഈ വാക്ക് പറയുന്നത് ബോവസ്, നമുക്കറിയാവുന്ന വീണ്ടെടുപ്പുകാരൻ്റെ, യേശു കർത്താവിൻ്റെ റോളിലുള്ള വീണ്ടെടുപ്പുകാരൻ എന്ന എൻ്റെ ഒരു നിഴലായ ബോവസ് എന്ന വ്യക്തിയാണ് പറയുന്നത്. ഇത് കേൾക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് കേൾക്കുന്ന വ്യക്തി നമ്മുടെ സ്ഥാനത്തുള്ള വിജാതീയ സ്ത്രീയായ അർഹതയില്ലാത്ത വയലിൽ അർഹതയില്ലാത്തടത്ത് വന്ന് കാലപെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ പേര് രൂത്ത്. അവളോട് പറയുന്ന വാക്കാണ്, അവൾ കേൾക്കുന്ന വാക്കാണ്, യഹോവ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. ഇതിന്റെ സാഹചര്യം, പറയാനുണ്ടാകുന്ന സാഹചര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ന് ഈ വചനം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പലരുടെയും എന്നല്ല മിക്കവരുടെയും സാഹചര്യം ഇതിനോട് ഏതാണ്ട് സാമ്യം വരും. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ വിജാതീയ സ്ത്രീയുടെ ആ മനോഭാവത്തോട്, സാഹചര്യത്തോട്, കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റിനോട്, കർത്താവിന്റെ സ്നേഹത്തോട് ഒരു സാമീപ്യമുണ്ടാകാം. എലീമലേക്കിന്റെ ഭാര്യ നവോമി, 2 മക്കള് മഹ്ലോനും കില്യോനും, അവര് ക്ഷാമമുണ്ടായപ്പോ മോവാബ് എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പത്തിന്റെ ഭവനമായ ബേഥലഹേം വിട്ടിട്ട് മോവാബ് എന്ന സ്ഥലത്തേക്ക് പോയി. പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ പോകരുത്. നിനക്കൊരു പ്രതിസന്ധിയോ പ്രതികൂലം ഉണ്ടാകുമ്പോൾ അവിടുന്ന് പോകരുത്. അതൊന്നാമത്തെ ദൂത്, പോകരുത്. ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തോട് ചോദിക്കരുത് എന്താണെന്ന്. ക്ഷാമം വരുമ്പം അവിടുന്ന് ഇട്ടിട്ട് പിന്മാറുകയല്ല. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാൻ കഴിവുള്ള ദൈവത്തെ നീ ആശ്രയിക്കുന്ന ഒരു ഉത്തമ ബോധ്യം. ക്ഷാമകാലമാണോ, അവിടെ സാരഭാത്തൊരുക്കി കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുന്ന ദൈവം. ഇനി ക്ഷാമകാലം തീർന്നില്ലേ, സാരഭാത്തിലെ വിധവയെ കൊണ്ട് കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ കുറയാതെ അത് അവരെ പോറ്റുന്ന ആ ദൈവഭക്തനെ പോറ്റുന്ന ദൈവമുണ്ട്. ക്ഷാമകാലത്ത് പോറ്റുന്ന ഒരു ദൈവം, 1. 2, ഈ വാക്യം, ഈ വചനം, അവിടെ ചെന്നു, അവിടെ 2 ഭാര്യമാരെ എടുത്തു. മോവാബ് ദേശത്ത് 2 ഭാര്യമാരെ എടുത്തു. ഒരുവൾക്ക് രൂത്തെന്നും മറ്റവൾക്ക് ഓർപ്പയെന്നും പേര്. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ സക്സസ് ആയി. അപ്പോസ്തലർ 27 പറയുന്ന പോലെ, കിഴക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു പോയി എന്ന് തോന്നുന്നത് പോലെ സാധിച്ചു പോയി, കുഴപ്പമില്ലെന്ന് തോന്നുന്ന ഒരു സാഹചര്യം. ദൈവത്തിന്റെ അടുത്ത് നിന്ന് പിന്മാറി കാര്യങ്ങളൊക്കെ നേരെയായി, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നുന്നവർക്കൊക്കെ ഒരു പാഠം പോലെ ഈ വചനം കേൾക്കണം. ഒരു പ്രാവശ്യം ദൈവം ക്ഷമിച്ചു, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് മാറിപ്പോയി. ഒരു മകന് ഭാര്യ എടുത്ത് ഒന്നും സംഭവിച്ചില്ല, 2-ാമത്തെ മകന് ഭാര്യ എടുത്ത് സംഭവിച്ചില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നുന്ന നിന്നോട് ഇന്ന് ആത്മാവ് വിളിച്ചു പറയാം, ദൈവം അറിയാതിരുന്നിട്ടല്ല, ദൈവം കാണാതിരുന്നിട്ടല്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു മടങ്ങി വരവിന് വേണ്ടി, ദൈവ പാദപീഠത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി നിനക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. അപ്പോ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഭർത്താവ് ആദ്യം മരിച്ചു, അത് സാരമില്ല, പ്രായമാവുന്നവർ മരിക്കും, അതങ്ങ് വലിയ കാര്യമില്ലാതെ പോയി. പക്ഷെ കാലങ്ങൾ ദൈർഘ്യമായപ്പോ മഹ്ലോൻ മരിച്ചു, കില്യോനും മരിച്ചു. ആ വീട്ടിൽ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് പോയ അമ്മച്ചി നവോമിയും, പിന്നെ ആ ദേശത്തെ, മോവാബ് ദേശത്തെ 2 സ്ത്രീകൾ, രൂത്തും ഓർപ്പയും. എന്തു ചെയ്യണമെന്നറിയാതെ, മുന്നോട്ട് ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ, മുന്നോട്ട് പോകാൻ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന നവോമി മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോകുക. മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോക്കോ.
പൊട്ടിക്കരഞ്ഞ് വേദനയ്ക്കകത്ത് ആ ഇസ്രയേലിൽ കൂടെ വരാൻ തയ്യാറാണെങ്കിലും ഒരു പത്താമത്തെ തലമുറ പോലെ തലമുറയെ ആലയത്തിനകത്തോട്ട് കയറ്റുകയുള്ളൂ. 2, ഒരു സ്ഥാനം കിട്ടത്തില്ല. പുറം ചാതി പുറത്ത് പാളയത്തിന് പുറത്ത് താമസിക്കണം. പലവിധ പ്രതിനിധികൾ ബാരിക്കേഡ് ഉള്ളത് കൊണ്ട് രൂത്ത് പറഞ്ഞു, എനിക്ക് മനസ്സാണ്. അമ്മാവിയമ്മയെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് ആ ഓർപ്പ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. രൂത്ത് നിൽക്കുകയാ. രൂത്തിനോട് പറഞ്ഞു, കുഞ്ഞെ നീ പോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാ. ഇവിടെ രൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് മനസ്സിലാകാത്ത ചുരുങ്ങിയ നാളുകൊണ്ട് ആ ഭവനത്തിനകത്ത് താമസിക്കുന്ന രൂത്ത് മനസ്സിലാക്കിയ രുചിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ജീവിക്കുന്ന ഒരു സത്യ ദൈവമുണ്ട് എന്ന്. ആ ദൈവം സത്യമാണെന്ന്, ആ ദൈവം ജീവിക്കുന്നെന്ന്, ആ ദൈവം പുലർത്തുമെന്ന്, ആ ദൈവം ജീവപര്യന്തം വഴി നടത്തുമെന്ന്, ആ ദൈവം ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യത വരെ എത്തിക്കുമെന്ന്. അമ്മാവിയമ്മ പോവാൻ പറയുമ്പം അമ്മാവിയമ്മയോട് ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അതെ, നീ പോകുന്നിടത്ത് ഞാൻ വരും, നിന്റെ കൂടെ ഞാനും വരും, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് അടക്കപ്പെടും. അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പ്രാർത്ഥിച്ച ദൈവം എൻ്റെ ദൈവം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ നവോമി പ്രാർത്ഥിക്കുന്ന ആ ദൈവമല്ലേ ആ ഭർത്താവിനെ മക്കളെയൊക്കെ കളഞ്ഞത്? ആ ദൈവം മതിയെന്ന് പറയാൻ എന്താ കാരണമല്ല? ഈ രൂത്തൊന്ന് രുചിച്ച് ടേസ്റ്റ് ചെയ്ത് യേശു കർത്താവിനെ അറിഞ്ഞോ, തന്നെ ആശ്രയിക്കുന്നവർക്ക് അവൻ നല്ലവനാണെന്ന്. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവർക്ക് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ഏകാഗ്രചിത്തന്മാരായി യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് വേണ്ടി അവൻ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന്, പ്രവർത്തിക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് അറിഞ്ഞ ഒരു രൂത്തുണ്ട്. ഹല്ലേലൂയ. അവനവന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് അറിഞ്ഞ രൂത്ത്. ആ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അതൊന്നും എൻ്റെ പ്രശ്നമല്ല. അങ്ങനെ ഇന്ന് ഒന്ന് ശ്രദ്ധിച്ചേ, ആ മോവാബിൽ നിന്ന് ഒരു ഫാണ്ടക്കെട്ട് പുറത്തു കയറ്റി അമ്മാവിയമ്മ ഫ്രണ്ടിൽ നടക്കുന്നു. ഒരു പെണ്ണ്, അനാഥ പെണ്ണ്, ആരുമില്ലാത്തൊരു പെണ്ണ്, ആ നാട്ടിൽ നിന്ന് ഒരു അന്യ നാട്ടിലേക്ക് എവിടെയെന്ന് നോക്കാതെ, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ, നിയമങ്ങളൊക്കെ അറിയാമെങ്കിലും അമ്മാവിയമ്മയുടെ പുറകെ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് നടക്കുമ്പോ സ്വർഗം എഴുതിയ തീരുമാനത്തിന്റെ മുമ്പിൽ സ്വർഗം ഒരു കാര്യം എഴുതി, കുഞ്ഞെ നീ മോവാബിയ സ്ത്രീയാണ്, നീ പുറം ജാതിയാണ്, ഇസ്രായേലിലെ പൗരത്വതയോട് ബന്ധമില്ല, പക്ഷേ നീ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ഈ അമ്മാവിയമ്മയുടെ പുറകെ സ്റ്റെപ്പ് വെച്ച് നടക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം എഴുതുക. വേദപുസ്തകത്തിൽ ബുക്ക് നിന്റെ പേരില്ല, നിന്റെ പേര് നീ സാധാരണ പോലെയല്ല അറിയപ്പെടുന്നത്, നിന്റെ പേര് വംശാവലിക്കകത്ത് വരും. ഇത് ദൈവത്തിന്റെ ദൈവം മാറ്റി എഴുതിയിട്ട് പറയുക, യേശു കർത്താവിന്റെ വംശാവലിക്കകത്ത് അമ്മമാരുടെ പേര് വന്നിട്ടില്ല, പക്ഷെ ഒരു അമ്മയുടെ അമ്മമാരുടെ പേര് വരുന്ന കൂടത്തിൽ കുഞ്ഞെ നിന്റെ പേര് കൂടെ ചേർക്കും. കാരണം നിന്റെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റിന് പ്രതിഫലമാണ്. ഇന്ന് പ്രഭാതത്തിന് ഈ സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്ന ഇത്ര വിശേഷത്തിലുള്ള ജാതി ഏതുള്ളൂ? ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഈ വചനം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റായി, ദൈവത്തോട് സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഒറ്റ വാക്കി പറയാം, നീ കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോ സ്വർഗം നിനക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ. ശബ്ദക്ക് മേശക്കമെടുക്കുമ്പോൾ ഒരു തീരുമാനം നെബൂഖദ്നേസറിന്റെ മുമ്പിൽ നിന്ന് ഭൂമിയിലെടുക്കുമ്പോ സ്വർഗം ഒരു തീരുമാനമെടുത്തു. തീക്കകത്തേക്ക് വീഴാനായിട്ട് അവർ സമർപ്പിക്കുമ്പോ തീയിൽ വീണു, പക്ഷേ രോമം പോലും കരിഞ്ഞു പോകത്തില്ല. പ്രാർത്ഥനയ്ക്കെതിരായി അതേ ഒരു ഭരണകൂടം മുഴുവൻ രേഖവിരോധമായിരിക്കുമ്പോ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്നിട്ട് ദാനിയേലിനെ കണ്ട് സ്വർഗം ഒരു തീരുമാനമെടുത്തു. സിംഹക്കുട്ടിലിടും, പക്ഷെ സിംഹത്തിന്റെ വായടയ്ക്കാൻ ദൂതൻ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം ചില തീരുമാനങ്ങൾ എടുക്കുക. സ്വർഗത്തിലെ ദൈവം ചില തീരുമാനങ്ങൾ നിനക്ക് വേണ്ടി എടുക്കുകയാ. അങ്ങനെ വന്ന അടുത്ത വാക്യം വേഗത്തിൽ പറയാം. ഭാഗ്യവശാൽ ഈ അമ്മാവിയും ഈ മകളും വന്നു, ഭാഗ്യവശാൽ അവള് ബോവസിന്റെ വയലിലായി. ഇത് ഭാഗ്യവശാൽ ഇല്ല, ദൈവത്തിന്റെ കരുതല. അവൻ പറയുക, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറെ വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഒരു അറ്റാച്ച്മെന്റ്, ഒരു ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് പോലെ. അതിനുശേഷം ആ കോൺവെർസേഷന്റെ അവസാനം വായിച്ചൊരു വാക്യമാ പറയുന്നത്. ബോവസ് പറയുക, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പ്രതിഫലം തരട്ടെ. നിന്റെ ജനത്തെ വിട്ട് ഇവിടെ വന്ന് ദൈവത്തെ അറിഞ്ഞു വന്ന കുഞ്ഞേ, നിന്റെ പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം തരട്ടെ. അടുത്ത വാക്കാ നമ്മുടെ കുറിവാക്യം. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് അതൊന്ന് അടിവരയിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ വാക്ക് പറയുന്നത് ഇങ്ങനെയാ, ഇസ്രായേലിന്റെ ദൈവമായ
യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ച് ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇവിടെ വന്നിരിക്കുന്ന മകളെ, യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് പറയട്ടെ, യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. സാഹചര്യങ്ങളെല്ലാം എതിരാ, നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടാകത്തില്ല. പുറം ജാതി എന്ന് പാളയത്തിന് പുറത്ത് അതെല്ലാം സാഹചര്യങ്ങൾ മുഴുവൻ എതിരായിട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ തീരുമാനമായിട്ട് വന്നിരിക്കുന്ന രൂത്തെ, നിന്നോടാ പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. ദൈവത്തിന്റെ കുഞ്ഞെ, കർത്താവിലേക്ക് ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ കുഞ്ഞെ, യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്നു. യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്നു. ഹല്ലേലൂയ. യഹോവ നിനക്ക് പ്രതിഫലം തരുന്നു, പൂർണ്ണ പ്രതിഫലം. നിന്റെ പ്രവർത്തിക്കനുസരിച്ച് പൂർണ്ണ പ്രതിഫലം തരുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നീ സമർപ്പിച്ചു കൊടുത്തോ, ദൈവം നിന്നെ പോറ്റാൻ ശക്തനാ. ദൈവം നിനക്ക് പ്രതിഫലം തരാൻ ശക്തനാ. പ്രതിഫലം അവന്റെ കയ്യിലിരിക്കുന്നു. പ്രതിഫലം അവന്റെ കയ്യിലിരിക്കുന്നു. റിവാർഡ് അവന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് വേണ്ടിയുള്ളത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ സമയത്ത് സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ജനത്തെ, കർത്താവിലേക്ക് ആശ്രയിക്കുന്ന ഈ ജനത്തെ, തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം അവരെ വിടുവിച്ച് അവരുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായി, ഈ മരുഭൂമി യാത്രയിൽ നടത്തി നിത്യവരെ എത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ സഭയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടെയുള്ള പ്രാർത്ഥനാ പോരാളികൾ, ഈ സന്ദേശം കേൾക്കുന്ന സകലവരെയും അങ്ങയുടെ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകരം കൂടിയിരിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നപ്പ കർത്താവെ, പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന ഏറ്റിക്കാൻ സ്തോത്രം. സകല മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു ആൻഡ് വർക്ക് വിത്ത് ജീസസ്. കർത്താവോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.